പ്രശാന്തേട്ടാ, ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഹിസ്ബുള്ളയെ ഇസ്രായേൽ അടിച്ചു കീറി. കഴിഞ്ഞ ദിവസം നസറുള്ള കൊല്ലപ്പെട്ടു. 10,000 കിലോ ബോംബിട്ടാണ് നസറുള്ളയെ കൊന്നത്. അപ്പോൾ ഇറാൻ്റെ ഒരു പ്രോക്സി സംഘടനയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഹിസ്ബുള്ളയെ വളർത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോരാത്തതിന് ഈ ഇസ്രായേലിൻ്റെ ചുറ്റും ശത്രുക്കളാണെന്ന് പറയാം. ഇസ്രായേലിൻ്റെ അപ്പുറത്ത് ഇറാനുണ്ട്, ഇപ്പുറത്ത് ലബനനിൽ ഹിസ്ബുള്ളയുണ്ട്, താഴെ ഇസ്ലാമിക് ജിഹാദും പാലസ്തീനിൽ ഹമാസും ഉണ്ട്, തൊട്ടപ്പുറത്ത് ഹൂതി വിമതരുണ്ട്, ഇവിടെ യമനിൽ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് സിറിയയിൽ IS ഉണ്ട്. അങ്ങനെ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂയോർക്കിലെ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്ന നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിമാനത്തിന് നേരെ ഹൂതി ഭീകരർ അവർ മിസൈൽ അയച്ചു എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ, അവർക്കറിയാലോ, അവരുടെ അയൺ ഡോം സംവിധാനം എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്, അതിഗംഭീരമായിട്ടുള്ള സംഭവമാണ് അയൺ ഡോം സംവിധാനം. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് അയൺ ഡോം പോലത്തെ സമാനമായിട്ടുള്ള S-400 ഒക്കെ വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ചൈനീസ് അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ വിന്യസിക്കാൻ. അപ്പോൾ ആ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഇവർ ആ മിസൈലിനെ നിഷ്പ്രഭമാക്കി. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഗതി അറിയാലോ. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയും ഗതി ഇങ്ങനെ ആയിട്ടും ഇവന്മാർ എന്താ പഠിക്കാത്തതെന്നാണ്. ഈ ഹൂതി വിമതരെന്ന് പറയുമ്പോൾ അവർ താരതമ്യേന ഇവരെക്കാട്ടിലും ശക്തി കുറഞ്ഞ ആൾക്കാരാണ്. അത് ഹിസ്ബുള്ളയെയും ഇവരെക്കാട്ടിലും താരതമ്യേന എന്നാണ് ഞാൻ പറയുന്നത്, ശക്തി കുറഞ്ഞ ആൾക്കാരാണ്. എന്തുകൊണ്ടാണ്, എന്ത് ധൈര്യത്തിലായിരിക്കും അവർ ചെയ്തത്? അവർക്ക് ജീവിതം ഇവിടെ അല്ലല്ലോ ധനുഷ്, മേളല്ലേ. തൽക്കാലത്തെ സ്വർഗത്ത് പോയി വളരെ സംവിധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു കാര്യത്തില്ല. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നെതന്യാഹു വിഷയമല്ല, ഇസ്രായേൽ വിഷയമല്ല, അമേരിക്ക വിഷയമല്ല. ഹൂതികളെ സംബന്ധിച്ചിടത്തോളം 1948 ഒരു രാജ്യം ഉണ്ടായപ്പം ആ രാജ്യം ഉണ്ടായ സമയത്ത് യുദ്ധത്തോടുകൂടി രാജ്യത്തെ ഉണ്ടാക്കിയെടുത്ത രാജ്യമാണ് ഇസ്രായേൽ. അറിയാമല്ലോ, ജനിച്ചതും യുദ്ധത്തിലൂടെയാണ്, ജീവിക്കുന്ന യുദ്ധത്തിലൂടെ, അവിടെ ഫ്യൂച്ചറും യുദ്ധം. 5 രാജ്യങ്ങൾ, അന്ന് ഈജിപ്റ്റ്, ഇറാന്, പിന്നെ ഈ ലെബനൻ, കൂടാതെ 5 രാജ്യങ്ങളുണ്ട്. അന്ന് തുടക്കത്തിൽ ആ യുദ്ധം ജയിച്ചവരാ, പ്രബലരായിരുന്നു. ചുരുട്ടി കൂട്ടി പ്രബലരായിരുന്നല്ലോ ഇന്ന് രാജ്യം ഒന്ന് തുടങ്ങിയിട്ടുള്ള. അതെ, പ്രബലരായിരുന്നല്ലോ മറ്റൊരു. ഇപ്പോഴത്തെ നമ്മളീ പറയുമ്പം നമ്മൾ എല്ലാ ഭാഗവും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവരെങ്ങനെ, ധനുഷ് പറഞ്ഞല്ലോ, അവരെങ്ങനെ ജീവിക്കും? ചെറിയൊരു രാജ്യം വില കൊടുത്ത് മേടിച്ചതാണ്, ചിതറിപ്പോയ ഒരു സമൂഹം. ലോകത്ത് നമുക്കറിയാം, ഹിന്ദു രാജ്യമുണ്ട്, നേപ്പാള്, ഇന്ത്യ, അതുപോലെ ബുദ്ധരാജ്യങ്ങൾ എത്ര ഉണ്ട്, ധാരാളമുണ്ട്. ആകപ്പാടെ ലോകം മൊത്തം കൂടെ 1 കോടി താഴെ ഒരു ജനത, ജൂതവംശം. മരുഭൂമി മേടിച്ചു, അവിടെ ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അന്ന് തൊട്ട് ഈ അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ ജൂതന്മാരെ കൊല്ലണം. അന്ന് തൊട്ട് ജൂതന്മാരെ കൊല്ലുന്നതിന് വേണ്ടി തീരുമാനിച്ച് ഇവരെല്ലാം കൂടെ നിൽക്കുകയാണ്. അപ്പം നമ്മളീ പറയുമ്പം നമ്മൾ ഇന്ത്യ ജനിച്ച്, ഞാനും ധനുഷും ഒക്കെ ഇന്ത്യ ജീവിച്ചുകൊണ്ടിരിക്കുക. നമുക്കെന്തോ പട്ടാളത്തിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്. രാവിലെ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, സുഖസമീക്ഷം. കുറേ നാൾ നമ്മളെ കൊച്ചുനാളി അമ്മയച്ഛൻ വളർന്ന് നമ്മൾ ഇഷ്ടം പോലെ ജീവിക്കുന്നു. അവരങ്ങനെയല്ല ജീവിക്കുന്ന. അന്ന് തൊട്ട് മരണഭയത്തെ ജീവിക്കുന്നു. ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആൾക്കാർ. അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. എല്ലാ ആൾക്കാർക്കും നിർബന്ധിതമായിട്ട് പട്ടാള സേവനം കൊടുക്കുന്നു. തോക്ക് തോളിലിട്ടുകൊണ്ട് നടക്കുന്ന ജനത. ഈ ജനതയ്ക്ക് അവിടെ ജീവിക്കണമെങ്കിൽ എന്നും യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ശത്രുക്കളെ ഫേസ് ചെയ്യണം. അവരിപ്പം ഏറ്റവും അവസാനം കഴിഞ്ഞ ഒക്ടോബറിൽ, അല്ലെങ്കിൽ അന്ന് അവിടുത്തെ ഒരു വിശേഷപ്പെട്ട ദിവസം, അവരുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസത്തെ കയറി ഇവർ ആക്രമിക്കുന്നു, ഹമാസ് ആക്രമിക്കുന്നു. 10,500 പേരെ കൊന്ന്. ഇപ്പോഴും 200-250 പേര് തടവല്ല ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പം അന്ന് ഹമാസിനെ സഹായിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹമാസിനെ അടിച്ചു വെക്കുന്ന സമയത്ത് ഇവന്മാരിങ്ങനെ അവിടുന്ന് അവന്മാരെ കൊണ്ടൊക്കുന്ന പോലെ ചെറിയ ചെറിയ റോക്കറ്റ് ഇട്ടുണ്ട്. ഹമാസിനെ അവരടിച്ചു ഒതുക്കി. അതിനുശേഷം ഹിസ്ബുള്ള എടുത്തോട്ട് ഹിസ്ബുള്ള ഒരു പരുവാക്കിയിട്ട് ഈ ടീമെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 5-6 രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി 48 തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഹൂതി 90-ലാണ് തുടങ്ങിയത്. അതിന് മുമ്പുള്ളതാണ് ഹമാസ്, ഹിസ്ബുള്ള ഒക്കെ. ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അറേബ്യൻ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി അത്രയും രാജ്യങ്ങൾക്ക് അപ്പുറം ഈ പറയുന്ന രാജ്യങ്ങളുള്ള ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി എന്നിവരൊക്കെ ഡയറക്റ്റ് ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇസ്ലാമിക് ഈ പാലസ്തീൻ ജിഹാദ്, പിന്നെ IS, ഇവരുടെ എല്ലാം ഇതെന്തോ ഇസ്രായേൽ. അവിടുത്തെ ജനം എത്ര ഉണ്ട്? 1 കോടി തികയുന്നില്ല. രാജ്യം എത്ര രാജ്യമുണ്ട്? 1 രാജ്യമുണ്ട്. ഇവരെങ്ങനെ പിടിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ യുദ്ധം ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ UN
പോയി ജനറൽ കൗൺസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഹമാസിന്റെ അണ്ടം കീറി നിൽക്കുക. മനസ്സിലായില്ലേ? ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ എവിടാന്ന് പോലും അറിയാൻ വയ്യാതെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇറാന്റെ സഹായത്തോടു കൂടി ഹൂതികൾ അദ്ദേഹത്തെ മിസൈൽ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിക്കുന്നു. അയൺ ഡോം സംവിധാനം വെച്ചിട്ട് മിസൈൽ തകർക്കുന്നു. അടുത്ത കോളായി ഇസ്രായേലിന് അടുത്ത കാരണമായല്ലോ. ഈ ഹിസ്ബുള്ള കഴിഞ്ഞാൽ അടുത്തത് ഹൂതി അടിക്കും. അതായത് ഈ ഒരു യുദ്ധത്തോടുകൂടി യുദ്ധം നിർത്തത്തില്ല. കാരണം യുദ്ധം നിർത്തത്തില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ധനുഷിന് അറിയാവുന്നതുപോലെ വളരെ കാലം കൊണ്ട് എന്നും യുദ്ധമാണ്. ഈ യുദ്ധത്തിനകത്ത് ഇടയ്ക്കൊരു ഇൻ്റർവെൽ കൊടുക്കും. ആരാ ഇൻ്റർവെൽ കൊടുക്കുന്നത്? അമേരിക്ക വരും, അല്ലെങ്കിൽ ഫ്രാൻസ് വരും, വേറെ രാജ്യങ്ങളെല്ലാം കൂടി ഈ സമാധാന കമ്മിറ്റി ഉണ്ടല്ലോ. ഈ സമാധാന കമ്മിറ്റിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ആയുധം വയ്ക്കണം. യുദ്ധം നടന്നാലേ ആയുധം വയ്ക്കാൻ ഒക്കത്തുള്ളൂ. ഇസ്രായേലിനും ആയുധം കൊടുക്കും, ഹൂതിക്കും കൊടുക്കും, ഹമാസിനും കൊടുക്കും, ഹിസ്ബുള്ളയ്ക്കും കൊടുക്കും. ആയുധ കച്ചവടം വന്നല്ലോ അമേരിക്കയുടെ പ്രധാന മടി. അതിപ്പം നെതന്യാഹുവിന് അങ്ങ് മനസ്സിലായിട്ടുണ്ട്. എന്തുവായാലും തുടങ്ങി വെച്ചു. ഇടയ്ക്ക് വെച്ച് ഇവനെ വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നില്ല. ഇവന്മാരെ തീർത്തിട്ടേ ഉള്ളൂ അടുത്ത കാര്യം. ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളയെ തീർത്തു, അടുത്ത ഹൂതിയെ തീർക്കും. ഈ തീർക്കുന്ന സമയം കൊണ്ട് അവർ എവിടെയൊക്കെ കയറുന്നുണ്ടോ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കത്തില്ല. അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ അവരെ യുദ്ധം ചെയ്യുന്നതിന് കുറ്റപ്പെടുത്താനൊക്കത്തില്ല. മാത്രവുമല്ല, ഇത്രയും കാലത്തിനകത്ത് അവരങ്ങോട്ട് കയറി ആരോടും യുദ്ധം ചെയ്ത ചരിത്രവുമില്ല. അവരെ ആക്രമിക്കുന്നവരെ അവർ പല്ലും നഖവും വെച്ച് എതിർത്ത് അതിനെ തീർത്തേ പോകത്തുള്ളൂ. മാത്രമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ മൊസാദ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവരുടെ ഈ യുദ്ധമുറകൾ പരിശോധിക്കുമ്പോൾ അത് 48 തൊട്ട് പരിശോധിച്ച് ചിരി വരുക. 48 തൊട്ട് പരിശോധിക്കുമ്പോൾ ഇവന്മാർ വിചാരിക്കാത്തടത്ത് കയറി അവരടിച്ചിട്ടു പോകും. ഇപ്പൊ ഇന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ അറിയത്തില്ല, നിങ്ങൾ എവിടെ ഇരുന്നാലും ഞങ്ങൾ അവിടെ വന്ന് ആക്രമിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ കാലേ കൂട്ടി തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ തുടങ്ങ്, ഞങ്ങൾ അടിക്കാം, ഞങ്ങൾ തീർത്ത് തരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൂതിയുടെ ഇടയ്ക്ക് ഇപ്പൊ കുറെ ദിവസം കഴിയുമ്പോഴത്തേന് ഹൂതി അടിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹൂതിയുടെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴേ അവന്മാർ മനസ്സിലാകുന്നത് ഇതിനകത്തും മൊസാദ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതേ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ. നമ്മൾ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. ഇപ്പൊ ഏറ്റവും അവസാനം ഒരു വളരെ വലിയൊരു സമാധാന ചർച്ചയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു മനുഷ്യനെ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഗ്രൂപ്പ്, അതായത് ഈ ഹൂതി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി തയ്യാറാവത്തില്ലല്ലോ. അപ്പോൾ എത്രയ്ക്ക് കരുതലോടുകൂടി നടന്നിട്ടായിരിക്കും ഇത്തരത്തിൽ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു പ്രധാനമന്ത്രിയുടെ കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, വിലയിരുത്തുന്നത് അല്ലാതെ. മാത്രമല്ല, ഇതിന് നേതൃത്വം കൊടുക്കുന്നവൻ ഒളിവിൽ പോയിരിക്കുമോ? അവൻ എവിടാണെന്ന് ഉള്ള കാര്യം എവിടെ വിളിച്ചാലും ഇല്ല ഒട്ടകപക്ഷി വിളിക്കുന്നില്ല, പറയാൻ പറ്റില്ല. ഒളിവിൽ പോണെന്ന് പറഞ്ഞ അവൻ വിളിച്ചത് മൊസാദിന്റെ ആൾക്കാർ ആയിരിക്കും. മൊസാദ കൊണ്ട് വിളിച്ച് താമസിപ്പിച്ചേക്കുന്നേ നമ്മുടെ ആൾക്കാരായിരിക്കും. ഒട്ടകപക്ഷി ഈ തല അകത്ത് വെച്ചിട്ട് ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്നതും പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നതും പോലെയൊക്കെ ഉള്ളൂ ഈ ഇസ്രായേലിന്റെ മുമ്പിൽ ഈ പറയുന്ന മൊസാദും അല്ലെങ്കിൽ ഇറാനും ഈ പറയുന്ന രാജ്യങ്ങളും ഈ തീവ്ര ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഒക്കെ. അപ്പം ഈ യുദ്ധം ആര് പറഞ്ഞാലും അവർ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ യുദ്ധം നിർത്താത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു യുദ്ധത്തിന് അവർക്ക് താല്പര്യമില്ല. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ വളരെ കാലങ്ങൾ കൊണ്ട് ഏതാണ്ട് 50 കൊല്ലം 60 കൊല്ലം പഴക്കമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഇതെല്ലാം. ഹിസ്ബുള്ള ആയാലും ഹിസ്ബുള്ളയ്ക്കാണ്ട് ഇപ്പം മരിച്ച ആൾക്ക് 30 കൊല്ലത്തെ സർവീസ് ഉണ്ട്. 16ാമത്തെ വയസ്സിൽ ഇതിനകത്ത് കയറിയാനാണ്. 16ാമത്തെ വയസ്സിൽ കയറിയിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ അത്ര സർവീസുള്ള ആളാണ്. പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റേഡിയോയിൽ കൂടെ പുള്ളിയുടെ റേഡിയോ ഉണ്ട്, പുള്ളിയുടെ സാറ്റലൈറ്റ് ടെലികാസ്റ്റിംഗ് ഉണ്ട്. അതിനകത്തൂടെ വന്ന ആൾക്കാരെ ഉദ്ബോധിപ്പിക്കും. അല്ല യുദ്ധം ചെയ്തും തോക്ക് പിടിക്കുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഇല്ല ഇവനെ കൊല്ലാനാ ഒരു 10 ഗ്രാം ബോംബിന്റെ ആവശ്യമുള്ളൂ, 10,000 ഗ്രാം നിങ്ങൾ 10,000 കിലോ കൊണ്ടിട്ട് അവനെ കാച്ചി. അപ്പോൾ ഇതേ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ പറയുന്നതൊക്കെ നമുക്ക് എന്തോ തരത്തില്ല, നമ്മുടെ നാക്കിന്റെ ഗുണമാണോ കാര്യങ്ങൾ നമ്മൾ പറയുന്നോണോ കാര്യം നടക്കുന്നുണ്ട്. അടുത്തത് ഇറാന്റെ തലവനാണ്. ഇറാന്റെ തലവൻ ഓടി ഒളിച്ചാൽ എവിടെ ഇരുന്നാലും ഇറാന്റെ തലവന് ചെക്ക് വെച്ചിട്ടുണ്ട്. അതോട് ഇറാനിലോട്ട് കയറി അവിടെ ആവശ്യമുള്ളതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ അടുത്ത ഹൂതിയുടെ പുറത്തോട്ട് പോകും. ഹൂതി അതിനുള്ള ഭീകരന്മാരെ തീർത്ത് തുടങ്ങിയപ്പോഴേ നെതന്യാഹു പറഞ്ഞു, ഇത് മുഴുവനായിട്ട് തീർത്തിട്ട് മാത്രമേ ഇത്തവണ ഞാൻ കരയ്ക്ക് കയറിയിട്ടുള്ളൂ എന്ന്. നെതന്യാഹു കഴിഞ്ഞ ദിവസം UN സെക്യൂരിറ്റി കൗൺസിലിൽ യഥാർത്ഥത്തിൽ നെതന്യാഹുവിനെ ബഹിഷ്കരിച്ച് ഒരുപാട് രാജ്യങ്ങൾ പോയി. ആദ്യം സംസാരിക്കാനില്ലായിരുന്നു. നെതന്യാഹു ആദ്യം അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറഞ്ഞതാണ്. പോകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഇസ്രായേലിനെതിരെ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ ലോക രാജ്യങ്ങൾ ഉണ്ടാക്കിവിടും. GCC രാജ്യങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട്. അപ്പം നെതന്യാഹു ഞാൻ അതിന് മറുപടി പറയും എന്ന് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് പോയത്.
അങ്ങോട്ടേക്ക് പോയപ്പോഴും നെതന്യാഹുവിനെ ഏറെക്കുറെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ ചർച്ച ചെയ്ത് നെതന്യാഹു UN കൗൺസിലിൽ നിന്ന് പ്രസംഗിച്ച ആ ഒരു പ്രസംഗമായിരുന്നു. അപ്പൊ ഈ നെതന്യാഹു UN കൗൺസിലിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ യഹൂമാർ വിചാരിച്ചു മൊസാദ് അല്ല നെതന്യാഹുവിന്റെ സുരക്ഷയ്ക്കായിട്ട് ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂമാർ അവിടെ പോയി യോഗം ചേർന്നത്. നസറുള്ളയിലെ ആ നസറുള്ള യോഗം ചേർന്നപ്പോൾ കൂടെ 4 ഇറാൻ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടായിരുന്നു, ഉന്നത കമാൻഡർമാരും കൂടെ ഉണ്ടായിരുന്നു. ആ ഉമാരെ അടക്കമാണ് തീർത്തത്. അപ്പൊ ഇസ്രായേലിന്റെ ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ടാണ് നെതന്യാഹു തിരിച്ചു വരുന്ന വഴിയിൽ ഇവന്മാർക്ക് വല്ല കാര്യം ഉണ്ടായി ഹൂതി ബോംബ് അടിച്ചിട്ട് കൊടുത്തത്. സ്വർഗത്തോൻ അവർ ധൃതി വെച്ചിരിക്കുകയാണ് ഇവരെല്ലാം. ഈ ഇസ്രായേലിൽ ഒരുപാട് മലയാളികളുണ്ട്. ഇവരൊക്കെ ഈ വീഡിയോസ് അവിടെ പുറത്തുവിടും. ആ വീഡിയോസ് പുറത്തു വിടുമ്പോൾ നമുക്ക് പ്രശാന്തരം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവര് താഴെ കൂടെ ദൈനംദിനമായിട്ടുള്ള ജീവിതം ഇസ്രായേലിലെ ജനങ്ങളും അവരെ യുദ്ധം ബാധിക്കുന്നില്ല. മുകളിൽ കൂടെ അയൺഡോമിന്റെ മിസൈലുകൾ ഒന്ന് ആലോചിച്ചു നോക്കുക രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവരിത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. യുദ്ധം നിരന്തരം ഞാൻ നമ്മളീ പറഞ്ഞതുപോലെ യുദ്ധം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും യുദ്ധത്തിൽ കൂടി കടന്നു പോകുന്ന രാജ്യം, ജനങ്ങളും അതേ മാനസികാവസ്ഥയില്ല. അപ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നിരിക്കുന്നതിന്റെ കൂടെ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി യുദ്ധം ചെയ്തേ മതിയാവത്തുള്ളൂ. അത് നേരത്തെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് പ്രഖ്യാപിത യുദ്ധം എന്നുള്ളതേ ഉള്ളൂ. എന്നും ഈ ഹിസ്ബുള്ളയുടെ പണി എന്തോന്നറിയോ, ഒരു രാവിലെ എണീറ്റ് 4 മിസൈൽ ഇങ്ങോട്ട് വിടുക. ഇവിടെ അയൺഡോം സംവിധാനം ഉണ്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തകർക്കുക. ഹമാസിന്റെ പണി എന്തുവായിരുന്നു, അവിടുന്ന് 4 എണ്ണം വിടുക. ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് ബാക്കി ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന കൊച്ചാട്ടന്മാർ പറയും 4 എണ്ണം വിട്ടുകൊണ്ട് അതിന് പൈസ കഴിഞ്ഞാൽ, മറ്റേ പറയും 4 എണ്ണം വിട്ടുകൊണ്ട് പൈസ വേണ്ടി ജീവിക്കുന്ന പരിപാടി. ഇനി ആ പരിപാടി വേണ്ട, ഇത് തീർത്തേ ഉള്ളൂ. കാരണം വീണ്ടും ഉണ്ടാവുമെന്നറിയാം. പക്ഷെ ഇതിനൊരു ശമനം ഉണ്ടായാൽ വീണ്ടും ഉണ്ടായി വരണമല്ലോ, കിളുത്ത് വരണമല്ലോ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതപ്പം അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം മാത്രമല്ല നെതന്യാഹുവിന് ഇപ്പം അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ ചാമ്പ്യനായിട്ട് നിൽക്കും. ലോക നിലവാരത്തിൽ. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നസറുള്ള എന്ന് പറഞ്ഞ അയാളെ കൊന്നില്ലേ, കൊന്നതോടുകൂടി ലോകത്തിലെ അമേരിക്ക ഉൾപ്പെടെ ഇയാള് അന്ന് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സാധനം ഉണ്ടായതിനു ശേഷം 5 കൊല്ലത്തിന് ശേഷം അതിനെ തീവ്രവാദ ഗ്രൂപ്പ്, ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചത്. എന്നിട്ട് ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ടെററിസ്റ്റ് നേതാവായിട്ടാണ് ഇയാളിരുന്നത്. അയാളെയാണ് വഹിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകം മൊത്തം അംഗീകരിച്ച് നിൽക്കുകയാണ്. ഈ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിലും അവർ ഈ നാറ്റോ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഹൂതിക്കൊക്കെ ഭയങ്കര സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിന്നേ മതിയാവത്തുള്ളൂ. ഏതായാലും ഈ യുദ്ധം തീർക്കാൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അയാൾ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് തീരത്തുള്ളൂ. കാരണം അടുത്ത ഇലക്ഷനും കൂടെ അവിടെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഇപ്പം പുള്ളിയുടെ റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടി. കാരണം വളരെ താഴെ കിട്ടി ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിന്ന നെതന്യാഹു അവിടുത്തെ ഹീറോയാണ്. അടുത്ത പ്രാവശ്യം അദ്ദേഹം തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി. എന്തായാലും ഹീറോ ഇനിയും അടുത്ത ഹൂത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.